പ്രേമാമൃതാനന്ദമയ്യേ നിത്യം നമോ നമഃ. ഇന്ന് ലോകത്തിൽ എന്തെല്ലാം യുദ്ധങ്ങൾ നടക്കുന്നു. വാസ്തവത്തിൽ അന്ന് യുദ്ധമല്ല. കാരണം നമ്മുടെ ദുർവാസനകളെ, ദൗർബല്യങ്ങളെ അതിജീവിക്കാൻ വേണ്ടി മനുഷ്യരാരും യുദ്ധങ്ങൾ ചെയ്യുന്നില്ല. അപ്പോൾ ശരിയായ യുദ്ധം നടക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. ധർമ്മക്ഷേത്രത്തിൽ എന്ത് സംഭവിച്ചു എന്നാണ് ധൃതരാഷ്ട്ര പോലും ചോദിക്കുന്നത്. വാസ്തവത്തിൽ ഈ മഹാഭാരതത്തിൻ്റെ, ഭഗവത്ഗീതയുടെയും സകല വേദങ്ങളുടെയും എല്ലാം ഒരു അന്തസാരം. ചോദിച്ച ആൾ മഹാജ്ഞാനിയൊന്നുമല്ല, എന്നാലും ഇതിൻ്റെ എല്ലാം ഒരു അന്തസാരം ആദ്യത്തെ വാക്കിലുണ്ട്. ധർമ്മക്ഷേത്രത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നൊരാൾ ചോദിക്കേണ്ട കാര്യം എന്താ? അദ്ദേഹം തന്നെ ആദ്യം സമ്മതിക്കുന്നുണ്ട്. എന്ത്? ഇത് ധർമ്മക്ഷേത്രമാണ്. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ. ധർമ്മക്ഷേത്രമാണ് എന്ന് സമ്മതിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് സംഭവിക്കുന്നു, എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കണ്ടല്ലോ. അവിടെ ധർമ്മത്തിനേ വിജയമുള്ളൂ. യഥോ ധർമ്മസ്തതോ ജയ എന്ന് ഗാന്ധാരിയും പറയുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് ചോദിക്കുന്നു? ഇതാണ് മായ. ആ ചോദിക്കാനുള്ള കാരണം അടുത്ത വാക്ക് വരുന്നുണ്ട്, മാമക. എൻ്റെ ആൾക്കാരും പാണ്ഡവന്മാരും. അതാണ് രണ്ടും ഇദ്ദേഹത്തിൻ്റെ ആൾക്കാരാണ്. വാസ്തവത്തിൽ അച്ഛൻ്റെ സ്ഥാനത്തിരിക്കേണ്ട ആളാണ്. പക്ഷേ മാമക പാണ്ഡവാശ്ചൈവ, അവിടാണ് പ്രശ്നം. എൻ്റെ ആൾക്കാരും എൻ്റെ പിള്ളേരും അവന്മാരും കൂടെ എന്ന് പറയാം. എന്ത് ചെയ്തു എന്നാണ് ചോദ്യം. പക്ഷേ ഇങ്ങനൊരു ചോദ്യം വരുന്നത് തന്നെ ഒരു സ്പ്ലിറ്റ് പേഴ്സണാലിറ്റിയുടെ എല്ലാ സൂചനകളും തരികയാണ്. വാസ്തവത്തിൽ അദ്ദേഹത്തിന് എല്ലാം അറിയാം. വാസ്തവത്തിൽ ബൗദ്ധികമായിട്ടെല്ലാം അറിയാം. വേദം പഠിച്ച ആളാണ്. ഒരു ഉരുക്കു മനുഷ്യനാണ്. കാര്യങ്ങളൊക്കെ അറിയാം. നയതന്ത്രം, രാജ്യതന്ത്രം, ശാസ്ത്രാദികളൊക്കെ അറിയാം. പക്ഷേ ആ അറിവ് കൊണ്ട് കാര്യമില്ല എന്നർത്ഥം. കാരണം ആ അറിവ് പ്രയോഗത്തിൽ കൊണ്ടുവന്നാൽ മാത്രമേ ആധ്യാത്മികതയാകൂ. അതാണ് അമ്മ പറയുന്നത്. പ്രയോഗത്തിൽ കൊണ്ടുവരാത്ത ഒരറിവ് കൊണ്ടും ഒരു പ്രയോജനവുമില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഉപദേശിക്കാം. ഒരു തരത്തിൽ ഉപദേശം അഹങ്കാരത്തെ കൂട്ടുകയുള്ളൂ. അജ്ഞാനികൾ ഉപദേശിച്ചാൽ അവരുടെ അഹങ്കാരം കൂടും. ജ്ഞാനികൾക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. എന്താണെന്നറിയോ? തങ്ങൾ ഉപദേശിക്കുന്നു എന്നവർക്ക് ചിന്തയില്ല. വീണ്ടും പ്രേമാമൃതാനന്ദമയ്യൈ നിത്യം നമോ നമഃ. നിത്യം നമിച്ചുകൊണ്ടിരിക്കണം. ഓരോ ശ്വാസത്തിലും നമിച്ചുകൊണ്ടിരിക്കണം എന്നർത്ഥം. അതായത് നമ്മൾ എന്തിനെ ആരാധിക്കുന്നുവോ, എന്തിനെ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നു, അതിനെ സ്വാഭാവികമായിട്ട് നമ്മൾ നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കും. അതിന് പ്രത്യേകിച്ചൊരു എഫേർട്ടിൻ്റെ ആവശ്യമില്ല. പക്ഷെ അവിടെ എന്താ വേണ്ടത്? താത്പര്യം വേണം, നൈസർഗികമായ സ്നേഹവും വേണം. അതുണ്ടെങ്കിൽ അനുസ്മരണം നടന്നുകൊണ്ടേയിരിക്കും. അതാണ് ഞാൻ പറയുന്നത്. വാസ്തവത്തിൽ ആധ്യാത്മികതയിൽ പ്രയത്നം ഒന്നുമില്ല സത്യത്തിൽ. അങ്ങനെ ഐറോണിക്കലി പറയാമെന്നേ ഉള്ളൂ. അപ്പോൾ അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മ അത് വ്യക്തമാക്കി. ആനന്ദവീതിയിലുടൻ്റെ ആത്മാവ് ആടിരസിച്ചു നടന്നൊരു നാൾ. അമ്മ പാടി. ഇവിടെ വളരെ പ്രസക്തമായൊരു കാര്യമുണ്ട്. അമ്മയ്ക്കിത് ആനന്ദവീഥിയാണ്. എന്താണ് ഈ ആനന്ദവീഥി എന്ന് പറഞ്ഞത്? നമുക്ക് ലൗകിക ജീവിതമോ, പലർക്കും ദാമ്പത്യ ജീവിതമോ, ചിലർക്കൊക്കെ ആധ്യാത്മിക ജീവിതമോ, വിദ്യാഭ്യാസ ജീവിതമോ എന്തെങ്കിലും ആനന്ദത്തിൻ്റെ വീതിയാണോ? പൊല്ലാപ്പോൾ ഒന്ന് തീർന്നാൽ മതിയായിരുന്നു എന്നാണ്. ഇപ്പം പിന്നെ വിവാഹം, ഡിവോഴ്സ്, 3 മാസം, 4 മാസം, 5 മാസം, 6 മാസം ഡിവോഴ്സ്, അല്ലെങ്കിൽ ലിവിങ് ടുഗദർ, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കുക. എന്തായാലും ജനസംഖ്യയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതായത് ഒരാളെ പോലും ഉൾക്കൊള്ളാനുള്ള ശേഷി ഇല്ലാതായി. വിവാഹം കഴിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ കഴിച്ചിട്ടില്ലല്ലോ. ഇവിടെ പല ബ്രഹ്മചാരികളും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്കത് പറയാനും പറ്റത്തില്ല. പക്ഷേ വിവാഹം കഴിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പൊതുവെ സ്ത്രീകളും പുരുഷന്മാരും, പ്രത്യേകിച്ച് സ്ത്രീകളും, അവർ സ്വതന്ത്രശീലകളായിക്കൊണ്ടിരിക്കുകയാണ്. പുരുഷന്മാരും അങ്ങനെ തന്നെ. ഒരാളെ പോലും ഉൾക്കൊള്ളാനുള്ള അവരുടെ ശേഷി നശിച്ചുകൊണ്ടിരിക്കുന്നു എന്നും കൂടെ പറയേണ്ടി വരും. അതാണ് സത്യം. ഞാൻ പറഞ്ഞു ആനന്ദവീഥി. ഇത് ആനന്ദവീഥി തന്നെയാണെന്ന് അമ്മ പറയുന്നത്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താല്പര്യമുള്ളിടത്തെല്ലാം ആനന്ദമുണ്ട്.
താല്പര്യമില്ലാത്തിടത്തെല്ലാം ദുഃഖവും ഉണ്ട്. ഇതെല്ലാം താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പോകുന്നത്. ആ താല്പര്യം എൻ്റെ വിഷയത്തിൽ ഉണ്ടാവട്ടെ അർജുന എന്നാണ് ഭഗവാൻ കൃഷ്ണൻ ഉദ്ദേശിക്കുന്നത്. തസ്മാത് സർവേഷു കാലേഷു മാ മനുസ്മര യുദ്ധജ. പിന്നെ നീ നിൻ്റെ ശത്രുക്കളോട് തന്നെ യുദ്ധം ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല. സത്യത്തിൽ ഇപ്പം അമ്മയുടെ ഭാഷയിലാണെങ്കിലും വെളിയിൽ ശത്രുക്കളില്ല, അകവും പുറവുമില്ല എന്നമ്മ തന്നെ പറയുന്നു. അകവും പുറവും എന്നുള്ളത് സത്യത്തിലൊരു ഹാലൂസിനേഷനാണ്, ഇല്യൂഷനാണ്, ഡെല്യൂഷനാണ്. അകവും പുറവും ഇല്ല. പുറത്ത് നമ്മൾ എന്തെല്ലാം കാണുന്നുണ്ടോ അതെല്ലാം വാസ്തവത്തിൽ നമ്മളുടെ ഉള്ളിലുണ്ട്. അപ്പം നല്ലതും ചീത്തയെല്ലാം നമ്മൾ പുറത്ത് കാണുമ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ ഉള്ളിലാണെന്നുള്ളത് മനസ്സിലാക്കണം. കാരണം ഉള്ളിലില്ലാത്തതൊന്നും വെളിയിലേക്ക് വരത്തില്ല. രാത്രിയും വെളിച്ചവും ചേർത്തുകൊണ്ടു പോയിടാൻ ആർക്കുമാവതില്ലഹോ ഓർത്തു നാം ഗമിക്കണം എന്ന് ഞാനും ഒരിടത്ത് എഴുതി വെച്ചു. രാത്രിയും വെളിച്ചവും ചേർത്തുകൊണ്ടു പോയിടാൻ ആർക്കുമാവതില്ലഹോ ഓർത്തു നാം ഗമിക്കണം. ഭോഗവും ഭുജിച്ചിട യോഗവും വരുത്തിട ഏവമോർത്തു പോയിടുന്നു ഏറെ മന്ദബുദ്ധികൾ. ഞാൻ ആ പാട്ട് പാടി വരുന്ന സമയത്ത് ഏറെ മന്ദബുദ്ധികൾ എന്ന് ഒരു പ്രയോഗം പ്രയോഗിച്ചു. പണ്ടൊരു പാട്ടുണ്ടായിരുന്നു, അപസ്വരങ്ങൾ നോക്കുക. അത് ചെയ്ത ഒരാളിൻ്റെ ആ ശ്രദ്ധ നോക്കുക. അപസ്വരങ്ങളെ പറ്റിയാണ് പാടിയിരിക്കുന്നത്. എന്താ അവരുടെ ആ ഒരു അലർട്ട്നെസ്. അത് കേട്ടാൽ തന്നെ ഒരു അപസ്വരം പോലെ തോന്നും, പക്ഷെ അപസ്വരമല്ല കേട്ടോ, ശരിയായ സ്വരങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അതെൻ്റെ മനസ്സിലിരുന്നു വാസ്തവത്തിൽ. യവമോർത്തു പോയിടുന്നു ഏറെ മന്ദബുദ്ധികൾ, ഏവമോർത്തു പോയിടുന്നു ഏറെ മന്ദബുദ്ധികൾ. അമ്മ തന്നെ പറഞ്ഞു, അവൻ മന്ദബുദ്ധികളെ കുറ്റപ്പെടുത്തുകയാണ്. ചിലപ്പോൾ ഞാനും അതായിരിക്കാം. അപ്പോൾ ഇത് നോക്കുക, അപസ്വരങ്ങൾ ഇതിനപ്പുറം ഒന്നും ഇനി പാടാനായിട്ടില്ല. ഇപ്പം ഏത് മണ്ഡലത്തിലായാലും ഈ ഒരു ശ്രദ്ധ വേണം എന്നുള്ളതാണ് ഒരു അനിവാര്യത. ഏത് മണ്ഡലം ആയിക്കൊള്ളട്ടെ, അത് തന്നെ അമ്മയും പറയുന്നത്. നിങ്ങളുടെ മണ്ഡലം ഏതും ആയിക്കൊള്ളട്ടെ, ഈ ശ്രദ്ധ, ഈ ഒരു വിജിലൻസ്, അലർട്ട്നെസ് കൊണ്ടുവരിക എന്നാണ് അമ്മ ഉപദേശിക്കുന്നത്. അതില്ലാത്ത ജീവിതമാണ് മരിച്ചുള്ള ജീവിതം. ബോധമില്ലാത്ത ജീവിതം മരിച്ചുള്ള ജീവിതം. ബോധത്തോടുകൂടി ജീവിക്കുന്നത് ഉണർവിലുള്ള ജീവിതം. അമ്മ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുന്നു, മനസ്സിനെ ഏകാഗ്രമാക്കുന്നതാണ് യഥാർത്ഥ വിദ്യ. ഇതിനപ്പുറം ഇനിയൊന്നും പറയാനില്ല. എല്ലാവരും പറഞ്ഞത് തന്നെയാണ്. നമ്മളിന്ന് വിദ്യയായിട്ട് കരുതുന്നതൊന്നും വിദ്യയല്ല വാസ്തവത്തിൽ. കാരണം ഇന്നത്തെ വിദ്യാഭ്യാസത്തിലൂടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ അതിനെ അഭിമുഖീകരിക്കാൻ, ഫേസ് ചെയ്യാൻ സാധിക്കുന്നില്ല. മാത്തമാറ്റിക്സ് എന്ത് പഠിച്ചു കഴിഞ്ഞാലും ജീവിതത്തിൽ ഒരു ചെറിയ പ്രശ്നം വന്നു കഴിഞ്ഞാൽ പോലും പല ആൾക്കാർക്കും ഡിപ്രഷൻ വരികയാണ്. എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. എന്താണെന്നറിയോ, ഇത് യഥാർത്ഥ വിദ്യ അല്ല. അതുകൊണ്ട് ഈ വിദ്യാഭ്യാസം വേണ്ടാന്ന് ഞാൻ പറയുകയല്ല. അതിപ്പോൾ ഞാൻ പറഞ്ഞാലും നടക്കത്തുമില്ല, അതല്ല ഞാൻ പറയുന്നത്. പക്ഷേ അമ്മയുടെ ഭാഷയിൽ ശരിയായിട്ടുള്ള വിദ്യ എന്ന് പറയുന്നത് മനസ്സിനെ ഏകാഗ്രമാക്കുന്നത് മാത്രമാണ്. ഇതുതന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. തസ്മാത് സർവേഷു കാലേഷു നിത്യം നമോ നമഃ എല്ലാം പറഞ്ഞ ഇത് തന്നെയാണ്. അപ്പോൾ മനസ്സിനെ എങ്ങനെ ഏകാഗ്രമാക്കാം എന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. അത് ഓരോ വ്യക്തിയും വാസ്തവത്തിൽ അവരവരുടേതായ രീതിയിൽ ചിന്തിക്കേണ്ടതാണ്. മറ്റൊന്നുമല്ല അതിൻ്റെ കാരണം. ഞാൻ ഏറ്റവും കൂടുതൽ എന്നെ അറിഞ്ഞില്ലെങ്കിൽ ഞാൻ ബാക്കിയെല്ലാം അറിഞ്ഞിട്ട് എന്താ കാര്യം വാസ്തവത്തിൽ? ഇപ്പം ഞാൻ എന്നെപ്പറ്റി ഒന്നും തന്നെ വാസ്തവത്തിൽ അറിയുന്നില്ല. പല ആൾക്കാരും, നല്ലൊരു ശതമാനം ആൾക്കാരും അവർക്ക് ഈ വികാരങ്ങളുണ്ടെന്നോ വിചാരങ്ങളുണ്ടെന്നോ മനസ്സ്, ബുദ്ധി ഇങ്ങനെയൊക്കെയുള്ള സംഗതികളുണ്ടെന്നോ ഒന്നും അറിയുന്നതേ ഇല്ല. അറിഞ്ഞാൽ തന്നെ അതിനെ വിശകലനം ചെയ്യാനും വലിയ പ്രയാസമാണ്. അത് വാസ്തവത്തിൽ മഹാഗുരുക്കന്മാരുടെ മുമ്പിൽ പോയിട്ട് വേണം നമ്മൾ മനസ്സിൻ്റെ ശാസ്ത്രം പഠിക്കേണ്ടത്.
അപ്പം ഇങ്ങനൊരു സംഗതി ഉണ്ടെന്ന് പോലും നമ്മൾ അറിയുന്നില്ല. സുഖങ്ങൾ വരുന്നു, ദുഃഖങ്ങൾ വരുന്നു, സുഖങ്ങൾ മറന്നു, ദുഃഖങ്ങൾ വരുന്നു, ദുഃഖങ്ങൾ മറന്നു, സുഖങ്ങൾ വരുന്നു. ഇങ്ങനെ നമ്മുടെ ഈ ജീവിതമാകുന്ന പ്രവാഹം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അമ്മ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിത്തട്ടിൽ കൃപയുണ്ട്. അപ്പോൾ അമ്മയുടെ ഭാഷയിൽ ഈ അടിത്തട്ടിലെ കൃപ എന്ന് പറയുന്ന വാസ്തവത്തിൽ ഈശ്വരസ്വരൂപമാണ്. ഈശ്വരൻ കൃപയാണ്, ഈശ്വരൻ പ്രേമമാണ്. ഇത് മഹാത്മാക്കളുടെ അനുഭൂതിയാണ് കേട്ടോ, നമ്മളുടെ അനുഭൂതിയല്ല. അവർ അനുകൂല വിപരീത സാഹചര്യങ്ങൾ എന്തു വന്നു കഴിഞ്ഞാലും അതിനെല്ലാം കൃപയായിട്ടേ കണക്കാക്കത്തുള്ളൂ. ഈ എന്തുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെല്ലാം അപ്പുറം അവർ നേടിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് മാറാതിരിക്കുന്ന ഒരവസ്ഥ, അതിനെ തുര്യം എന്ന് പറയുന്നു. ഉപനിഷത്തുകൾ അതിനെ തുര്യം എന്ന് വിളിക്കുന്നു. അതിനെ അവർ നേടിക്കഴിഞ്ഞു. അതിനെയാണ് അമ്മ കൃപ എന്ന് വിളിക്കുന്നത്. പക്ഷേ ഈ കൃപ അടിത്തട്ടിലുണ്ടെങ്കിലും ഒഴുകുന്ന വെള്ളം അത് പ്രശ്നമാണ്. എപ്പോഴും ഇറങ്ങി കുളിക്കാനും പറ്റത്തില്ല, എപ്പോഴും തീരത്താൻ ഇരിക്കാനും പറ്റത്തില്ല. ഈ കൃപയെ എങ്ങനെ നമ്മൾ ഉപയോഗിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എല്ലാവർക്കും കൃപയുണ്ട്, അമ്മയുടെ ഭാഷയിൽ എല്ലാവർക്കും കൃപയുണ്ട്. കാരണം കൃപ ഈശ്വരനാണ്, ഈശ്വരനല്ലാത്ത ഒന്നുമില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും കൃപയുണ്ട്. പക്ഷേ ഇതിനെ വൈകാരികമായിട്ടും ബൗദ്ധികമായിട്ടും എല്ലാം എങ്ങനെ ഉപയോഗിക്കണം, അതാണ് വിഷയം. ശ്രീകൃഷ്ണൻ വീണ്ടും ഒരിടത്ത് പറയുന്നു, നമ്മൾ പലപ്പോഴും ഭഗവത്ഗീതയുടെ ശ്ലോകങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഭക്ത്യാ മാം അഭിജാനാതി യാവാൻ യശ്ചാസ്മി തത്വതഃ തതോ മാം തത്വതോ ജ്ഞാത്വാ വിശതേ തദനന്തരം. വിശതേ, ഭക്തി കൊണ്ട് മാത്രം എന്നെ ഒരാൾ അറിയുന്നു. അത് ഭക്തി കൊണ്ട് മാത്രമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കർമ്മങ്ങൾ കൊണ്ടെന്നോ തപസ് കൊണ്ടെന്നോ ധ്യാനം കൊണ്ടെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാൽ പിന്നെ ഈ ഭക്തിയിൽ വാസ്തവത്തിൽ കർമ്മവുമുണ്ട്, തപസ്സുമുണ്ട്, ധ്യാനവുമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഭക്തിയാണ് ഏറ്റവും പ്രധാനം. ഭക്തി തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ നിത്യം നമോ നമഃ. ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡാണ്. ഭക്തി കൊണ്ട് എന്നെ ഒരാൾ അറിയുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മൾ അറിഞ്ഞോ? ഇല്ല. ഇല്ലെങ്കിൽ നമുക്ക് ഭക്തിയുണ്ടോ? ത്യാഗേന ഏകേ അമൃതത്വം ആനശുഹു. അമൃതത്വം പ്രാപിച്ചത് ത്യാഗത്തിലൂടെയാണ് എന്ന് പറയുന്നു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിലൂടെ പറ്റൂന്നാണ്. വേറെ ഒരു മാർഗവുമില്ല. ഓരോ മാർഗം പറയുന്നിടത്ത് അതിനായിരിക്കും പ്രാധാന്യം കൊടുക്കുന്നത്. എല്ലാ മഹാത്മാക്കളും അങ്ങനെയാണ്. അപ്പം ഭക്തിയിലൂടെ ഒരാൾ എന്നെ അറിയുന്നു. എന്തറിയുന്നു? ഞാൻ ആരാണ്, എന്താണെന്ന്. ഭക്തൻ മാത്രമേ എന്നെ അറിയുന്നുള്ളൂ. വാസ്തവത്തിൽ എന്നെ അറിയുമ്പോൾ ഭക്തൻ അവനെയും അറിയുന്നു. മറ്റൊന്നുമല്ല, ഭക്തനും ഭഗവാനും ഒന്നാണ്. ശ്രീരാമകൃഷ്ണദേവൻ അങ്ങനെ ഒരു ദർശനം ഉണ്ടായിട്ടുണ്ട്. ഒരിടത്ത് ഭാഗവതം വായിക്കുന്നു. അപ്പോൾ അദ്ദേഹം അവിടെ ചെല്ലുന്നു. അമ്പലത്തിലെ വിഗ്രഹത്തിൽ നിന്നൊരു പ്രകാശം അദ്ദേഹത്തിലേക്ക് വരുന്നു, ഭാഗവതത്തിലേക്ക് പോകുന്നു. ഇങ്ങനൊരു ത്രികോണ പ്രകാശ സഞ്ചാരം അദ്ദേഹത്തിൻ്റെ അനുഭവത്തിലുണ്ടായിട്ടുണ്ട്. അതൊക്കെ ഈ മാറി മറിയുന്ന അനുഭവങ്ങളല്ല ഇതൊന്നും. ഇതൊക്കെ ദർശനങ്ങളാണ്. വാസ്തവത്തിൽ രമണ മഹർഷിക്ക് ശരീരം നശിച്ചു എങ്കിലും ഞാനുണ്ട് എന്നുള്ള അനുഭവം ഉണ്ടാവുന്നു. അതെന്താണ്? നമ്മൾ ഉദ്ദേശിക്കുന്ന അനുഭവങ്ങളല്ല ഇതൊന്നും. ഇത് അനുഭവത്തിനപ്പുറമുള്ള അനുഭവമാണ്. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ ആരാണെന്ന് ഭക്തൻ മാത്രം അറിയുന്നു. അങ്ങനെ അറിഞ്ഞാൽ എന്താ ഫലം എന്നാണ് അടുത്തത്. തതോ മാം തത്വതോ ജ്ഞാത്വാ. അങ്ങനെ എന്നെ തത്വത്തിൽ അറിഞ്ഞിട്ട്, തത്വഭക്തി വേണമെന്ന് അമ്മയും പറയുന്നു. തത്വത്തിൽ അറിഞ്ഞാൽ വിശതേ തദനന്തരം, എന്നിലേക്ക് പ്രവേശിക്കുന്നു, ഞാനായിത്തീരുന്നു. ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ധാരാളം ഭക്തന്മാർ ഭാരതത്തിലാണ് കൂടുതലും, വെളിയിലോ എവിടെ ആയാലും ധാരാളം ഭക്തന്മാർ വിഗ്രഹത്തിൽ പോയി ലയിക്കുന്നതായിട്ടും ഭഗവാനിൽ ലയിക്കുന്നതായിട്ടും പ്രതിമകളിൽ ലയിക്കുന്നതായിട്ടും ഒക്കെ ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ ഒന്നും നമ്മളിപ്പോൾ കാണുന്നില്ല. പണ്ടുള്ള ആൾക്കാർ പറയും യക്ഷികളുണ്ടായിരുന്നു, പ്രേതങ്ങളുണ്ടായിരുന്നു, മറുതയുണ്ടായിരുന്നു, ഓടിയന്മാരുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് ചില ആൾക്കാർ ചോദിച്ചു, ഇപ്പോഴെന്താ ഒന്നുമില്ലേ? ഞാൻ പറഞ്ഞു, അവർക്കിരിക്കാൻ സ്ഥലമില്ലെന്നേ.
ഇത് ഒരു തമാശയായിട്ട് ഞാൻ പറഞ്ഞാണെങ്കിലും ഇല്ല എന്നൊന്നും പറയാനൊന്നും പറ്റത്തില്ല. യക്ഷൻ യക്ഷി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ചരിക്കുന്നവരെന്നുള്ള അർത്ഥമേ ഉള്ളൂ. വാസ്തവത്തിൽ സദാ സഞ്ചരിക്കുന്ന ആൾക്കാർ എന്നുള്ള അർത്ഥമേ അതിനകത്ത് വരുന്നുള്ളൂ. ഒന്ന് മാസ്കുലിൻ, ഒന്ന് ഫെമിനിൻ, അത്രയേ ഉള്ളൂ. ഒരു പക്ഷേ അങ്ങനെ കുറേ ആൾക്കാരുണ്ടെങ്കിൽ തന്നെ അവരെവിടെ പോയിരിക്കുമെന്നേ, അതാണൊരു വിഷയം. എവിടെ നോക്കിയാലും കോൺക്രീറ്റ് കെട്ടിടങ്ങളാണ്, അതിലൊന്നും അവർക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള എല്ലാ സൂക്ഷ്മജീവികൾക്കും ഇരിക്കാനുള്ള ആവാസ വ്യവസ്ഥ പോയി. പണ്ട് ദേവീഭാവത്തിൻ്റെ അവസാനം അമ്മ കളരുടെ മുമ്പിൽ വന്ന് നിന്നിട്ട് ഇങ്ങനെ പുഷ്പങ്ങൾ അർച്ചിക്കും. പുഷ്പങ്ങൾ കുറേ നേരം പിടിച്ചുകൊണ്ടിരുന്നിട്ടാണ് അർച്ചിക്കുന്നത്. പക്ഷെ ഞാൻ ഇതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ സൂക്ഷ്മജീവികളെയും അല്ലെങ്കിൽ പരേതാത്മാക്കളെയും ഒക്കെ കാണുന്നുണ്ടെന്നൊന്നും അമ്മ പറഞ്ഞിട്ടൊന്നുമില്ല. ഞങ്ങൾ ചില ആൾക്കാർ ചോദിച്ചു എന്താ അമ്മ ഇങ്ങനെ ചെയ്യുന്നത്, പല പ്രാവശ്യം ചോദിച്ചു. അമ്മ പല പ്രാവശ്യവും പറഞ്ഞില്ല. അവസാനം അമ്മ പറഞ്ഞു, കുറേ ആത്മാക്കളോ അല്ലെ ദേവഗണങ്ങളോ അങ്ങനെയുള്ള സൂക്ഷ്മജീവികളൊക്കെ വന്നു നിൽക്കും, അത് മക്കൾക്ക് കാണാൻ പറ്റത്തില്ല, അവരെ അർച്ചിക്കുകയാണെന്ന് പറഞ്ഞു. ഇത് ഭഗവാന്റെ ഭാവമാണിത്. ഈ ഭാവത്തിലേക്കാണ് ഭക്തൻ എത്തുന്നത്. എങ്ങനെ? തത്വത്തിലറിഞ്ഞിട്ട്. തതോ മാം തത്വതോ ജ്ഞാത്വാ വിശതേ തദനന്തരം, എന്നിലേക്ക് പ്രവേശിക്കുന്നു, ഞാനായി തീരുന്നു. ഇതിന് ഭഗവത്ഗീതയിൽ മന്മയ എന്നും പറയുന്നുണ്ട്. മന്മയ, ഞാൻ തന്നെ ആയിത്തീരുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ തന്നെ ആയിത്തീർന്ന, ഭഗവാൻ തന്നെ ആയിത്തീർന്നാൽ, ആത്മാവായി തന്നെ തീർന്നാൽ എന്താണ് ഗുണം എന്നാണ് അടുത്ത ചോദ്യമെങ്കിൽ, ഹിമഗണം സാഗരത്തിൽ ചേർന്നാൽ പിന്നെ എന്താണ് ഗുണം? പിന്നെ ഹിമഗണമില്ല, സാഗരം മാത്രമേ ഉള്ളൂ. ഒന്നായിത്തീരലാണ്. ഒരു തരത്തിൽ പറയുമ്പോൾ ഒന്നായിത്തീരലാണ് ആധ്യാത്മികത. നിന്നിൽ ലയിക്കുക നീ മനുജ, ഇതാണ് അമ്മയുടെ സന്ദേശം. വേറെ എവിടെയെങ്കിലും പോയി ലയിക്കാൻ അമ്മ പറഞ്ഞിട്ടില്ല. ക്വയറ്റൻ യുവർ മൈൻഡ് ആൻഡ് മെർജ് ഇൻ യുവർ സെൽഫ്. നീ നിൻ്റെ മനസ്സിനെ നിശബ്ദമാക്കൂ. നമ്മളെല്ലാവരോടും ശബ്ദം ഉണ്ടാക്കരുത്, ശബ്ദം ഉണ്ടാക്കരുത്, സൈലൻസ് പ്ലേസ് എന്നാണ് നമ്മൾ പറയുന്നത്. എല്ലാവരോടും നമ്മൾ പറയും. ഞാൻ ചിലപ്പം ഈ ഭജനയൊക്കെ പാടുന്ന സമയത്തും അവിടെയും ബോർഡിൽ എഴുതി വെക്കും, സൈലൻസ് പ്ലീസ്. എല്ലാവരും ചെയ്യുന്ന ഇതാണ് വാസ്തവത്തിൽ. ഇതിനെല്ലാം അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കും, അല്ലെങ്കിൽ സ്ക്രീനിൽ എഴുതി കാണിക്കും, അനൗൺസ് ചെയ്യും. ഈ അനൗൺസ് ചെയ്യുന്ന ആൾക്കാർ തന്നെ ഇത് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്കും സൈലൻസ് ഇല്ല. അപ്പോൾ സൈലൻസ് പ്ലീസ് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ ഈ നിർദ്ദേശം നമുക്ക് നമ്മൾ തന്നെ കൊടുക്കേണ്ടതാണ്. സൈലൻസ് പ്ലീസ് അല്ല, ബി സൈലൻറ്റ് എന്ന് നമ്മൾ നമ്മുടെ മനസ്സിനോട് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതാണ്. സത്യത്തിൽ നമ്മൾ ലോകർക്ക് കൊടുക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളും വാസ്തവത്തിൽ നമ്മൾ നമ്മൾക്ക് കൊടുക്കേണ്ടതാണ് എന്നർത്ഥം. ഇങ്ങനെ നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന ഒരു അവസ്ഥാവിശേഷമുണ്ടായാൽ നേരത്തെ പറഞ്ഞതുപോലെ മാമനുസ്മര യുദ്ധജ ആയി, പ്രേമാമൃതാനന്ദമയ്യായി, നിത്യം നമോ നമഃ ആയി, എല്ലാമായി. നിത്യശബ്ദത്തിന് ഓൾവേസ് എന്നർത്ഥം. ഓൾവേസ്, കൺസിസ്റ്റൻ്റ്ലി, ഇൻസെസൻ്റ്ലി, വിത്തൗട്ട് ഗ്യാപ്പ് എന്നൊക്കെയുള്ള അർത്ഥങ്ങളാണ് ഉള്ളത്. എപ്പോഴും എന്നെ സ്മരിക്കുക. അപ്പോൾ എപ്പോഴും എന്നെ സ്മരിക്കാൻ ഈശ്വര രൂപത്തെ തന്നെ സ്മരിക്കണമെന്നുമില്ല വാസ്തവത്തിൽ. അതും അമ്മ പറയുന്നുണ്ട്. ആ ഒരു കൺഫ്യൂഷൻ അമ്മ മാറ്റിത്തരുന്നുണ്ട്. വിറവ് വെട്ടുകയാണ്. എങ്ങനെ ഇപ്പോൾ ഈശ്വരനെ സ്മരിക്കാനാണ്? ഒരുപാട് ആയാസമുള്ള ഒരു പണിയാണ് വിറവ് വെട്ടുക എന്നുള്ളത്. പാടത്ത് കളയ്ക്കുകയാണ്. ഇന്നത്തെ ആൾക്കാരൊന്നും ചെയ്യുന്നില്ല, എന്നാലും ഞാൻ പറയുകയാണ്, മുറ്റം തൂക്കുകയാണ്. എങ്ങനെ സ്മരിക്കാനാണ്? അന്നേരമാണ് നമ്മൾ ഓർക്കേണ്ടത് എന്ത്? സ്വഗാമയത ബഹുസ്യാം. അദ്ദേഹം ചിന്തിച്ചു പലതായി തീരട്ടെ. അപ്പോൾ ഈ പലതില്ല, എല്ലാം അദ്ദേഹം തന്നെയാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒന്നും നിസ്സാരമല്ല. ഒന്നിനെ നിസ്സാരമായിട്ട് കാണാതെ വരുമ്പോൾ എല്ലാം സാരമായി. എല്ലാം സാരമാണെങ്കിൽ എല്ലാം ഈശ്വരനാണ്, സ്മരണയായി. ചുരുക്കത്തിൽ ഓരോ പ്രവർത്തനങ്ങളിലും, ഇന്നത്തെ കാലത്ത് തീരെ ഇല്ലാതിരിക്കുന്നൊരു വാക്കാണ്, എന്നാലും ഞാൻ പ്രയോഗിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഈ വാക്കൊക്കെ പോകും. ആത്മാർത്ഥത. ഓരോ പ്രവർത്തനങ്ങളിലും ആത്മാർത്ഥത ഉണ്ടാവുക എന്നുള്ളതാണ് അമ്മ ഉദ്ദേശിക്കുന്നത്, ഭഗവാൻ കൃഷ്ണൻ ഉദ്ദേശിക്കുന്നത്. ആത്മാർത്ഥത ആത്മാവിന് വേണ്ടിയുള്ള അർത്ഥിക്കലാണ്.
ആത്മാവിന് വേണ്ടിയുള്ള അർത്ഥിക്കൽ തനിക്ക് വേണ്ടിയുള്ള അർത്ഥിക്കലാണ്. എന്തുകൊണ്ട്? താൻ തന്നെ വേണ്ടുന്ന പോലെ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആ അർത്ഥനയാണ്. ഈ ശ്ലോകങ്ങളുടെ അർത്ഥം സാമാന്യമായിട്ട് ഞാൻ പറഞ്ഞു. നമുക്കിതിനെപ്പറ്റി പിന്നെയും വിശദീകരിക്കാം. അതും ഒരു പുനരാവർത്തനമൊന്നും ആവുന്നില്ല. പിന്നെ ഇതിനോടനുബന്ധിച്ച് ഞാൻ 2 കാര്യങ്ങളുടെ പറയാൻ ഉദ്ദേശിക്കുക. അത് ഈ ലളിതാ സഹസ്രനാമത്തിലെ 2-3 മന്ത്രങ്ങളാണ്. ഒന്ന്, ഓം വാഞ്ചിതാർത്ഥപ്രദായിന്യേ നമഃ. വാഞ്ചിക്കുന്ന, ചോദിക്കപ്പെടുന്നതെല്ലാം നൽകുന്നവൾക്ക് നമസ്കാരം. എന്ത് ചോദിക്കുന്നോ, കാമിതാർത്ഥപ്രദായിനി, വാഞ്ചിതാർത്ഥപ്രദായിനി, സകലാഭീഷ്ടഫലപ്രദായിനി, ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രയോഗങ്ങളുണ്ട്. അപ്പോൾ ചോദിക്കുന്നതെല്ലാം തരും. ഇവിടാണ് അമ്മ പറയുന്നത്, ചോദിക്കുമ്പോൾ സൂക്ഷിക്കണം. സാക്ഷാൽ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടപ്പോൾ ധ്രുവനും ചോദിക്കാൻ മറന്നു എന്നാണ് പറയപ്പെടുന്നത്. ചോദിക്കുന്നത് കിട്ടിയിരിക്കും. വാസ്തവത്തിൽ ഈ പ്രപഞ്ചത്തിൽ എല്ലാ ജീവന്മാരും, ഞാനുൾപ്പെടെ നമ്മളെല്ലാവരും ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വാഞ്ചിതമാണ്. നമ്മളറിഞ്ഞാലും ഇല്ലെങ്കിലും നമ്മളതറിയുന്നില്ല. നമുക്ക് വരുന്ന ദുഃഖപൂരിതങ്ങളായ അനുഭവങ്ങളായാലും സുഖാനുഭവങ്ങളായാലും എല്ലാം വാഞ്ചിതമാണ്. നമ്മൾ ആഗ്രഹിച്ചത് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഓരോ ജീവനും അത്രയും ശക്തിയുണ്ട്. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ജീവനും ഈശ്വരൻ തന്നെയാണ്. ജീവോ ബ്രഹ്മൈവ നാ പര എന്നാ പറഞ്ഞിരുന്നത്. ജീവൻ ബ്രഹ്മം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്, നമ്മൾ കഴിഞ്ഞ കുറേ ജന്മങ്ങളിൽ അനുഭവിച്ചിട്ടുള്ളതെല്ലാം തന്നെ നമ്മൾ ആഗ്രഹിച്ചത് തന്നെയാണ്. ഒരു തരത്തിൽ പറയുമ്പോൾ ജീവന്മാരുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിക്കപ്പെടും. അതിന് ഓരോരോ ശരീരങ്ങൾ മാറി മാറി എടുക്കുന്നു എന്ന് മാത്രം. തുണികൾ മാറുന്ന പോലെ ശരീരങ്ങൾ മാറുന്നു എന്നാണ് അമ്മയും പറയുന്നത്. വാസാംശ ജീർണാനി എന്ന് ശ്രീകൃഷ്ണനും പറയുന്നുണ്ട്. ഇവിടെ വാഞ്ചിതാർത്ഥപ്രദായിനി എന്ന് പറയുമ്പോൾ ആഗ്രഹിക്കുന്നത് കൊടുക്കുന്നവൾ എന്നർത്ഥം. എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നത് കൊടുക്കുന്നു? ആഗ്രഹിക്കുന്നതെല്ലാം കൊടുക്കാൻ അമ്മയ്ക്ക് സാധിക്കുന്നു. എന്തുകൊണ്ട്? അമ്മയ്ക്ക് ആഗ്രഹങ്ങളില്ലാത്തതുകൊണ്ട്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഓ നിർഭയായേ നമഃ. ലളിതാ സഹസ്രനാമത്തിൽ ഓ നിർഭയായേ നമഃ. ഭയമില്ലാത്തവൾക്ക് നമസ്കാരം. ഓം ഭയനാശിന്യേ നമഃ. അടുത്ത മന്ത്രമാണ്. ഭയമില്ലാത്തവളായതുകൊണ്ട് ഭയത്തെ നശിപ്പിക്കുന്നു. ആഗ്രഹം ഇല്ലാത്തവളായതുകൊണ്ട് എല്ലാ ആഗ്രഹങ്ങളെയും സാധിച്ചു തരുന്നു. അതുകൊണ്ട് ഇവിടാണ് നമ്മൾ എന്ത് ചോദിക്കണം, നമ്മൾ എന്താഗ്രഹിക്കണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. അമിതമായ ആഗ്രഹങ്ങൾ ഇല്ലാതാക്കാനേ എല്ലാ ശാസ്ത്രങ്ങളും നമ്മളോട് ആവശ്യപ്പെടുന്നുള്ളൂ. അമിതമായ ആഗ്രഹങ്ങൾ, ജീവിക്കാൻ, മര്യാദയ്ക്ക് ജീവിക്കാനുള്ള ആഗ്രഹം, അത്യാവശ്യമായിട്ടുള്ള ആഗ്രഹങ്ങൾ സൂക്ഷിക്കാം. പക്ഷേ ഈ അത്യാവശ്യമായിട്ടുള്ള ആഗ്രഹങ്ങളും നമ്മൾ സൂക്ഷിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം വാസ്തവത്തിൽ എല്ലാ ആഗ്രഹങ്ങളിൽ നിന്നുള്ള മോചനമായിരിക്കണം എന്നർത്ഥം. മുജ് മോക്ഷണെ എന്ന ധാതുവിൽ നിന്നാണ് വാസ്തവത്തിൽ മോക്ഷ എന്ന ശബ്ദം ഉണ്ടാകുന്നത്. മുജ് എന്നൊരു ധാതുവിൽ നിന്നാണ് മോക്ഷ ശബ്ദം ഉണ്ടാകുന്നത്. എന്തിനാണ് മോക്ഷം? നമ്മൾ അറിഞ്ഞോ അറിയാതെയോ വാസ്തവത്തിൽ എല്ലാ ആൾക്കാരും മോക്ഷത്തിന് ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ്? വലുതാവാൻ ആഗ്രഹിക്കാത്ത ആരുമില്ല. കുറച്ചുകൂടെ നല്ല ജോലി ആഗ്രഹിക്കാത്ത ഒരാളുമില്ല. അപ്പോൾ ബാക്കി വിടുന്നുണ്ട്, ചെറിയ ജോലികൾ വിടുന്നുണ്ട്. കുറച്ചുകൂടെ നല്ല ആഹാരം ആഗ്രഹിക്കാത്ത ആൾക്കാരില്ല. അപ്പോൾ മോശമായതിനെ വിടുന്നുണ്ട്. ഇന്നലത്തെക്കാളും കുറച്ചുകൂടെ നന്നായിട്ട് ജീവിക്കണം എന്നാഗ്രഹിക്കാത്ത ആൾക്കാരില്ല. അപ്പോൾ തലേദിവസത്തെ വിട്ടുകഴിഞ്ഞു. അങ്ങനെ വാസ്തവത്തിൽ ചിന്തിക്കുമ്പോൾ എല്ലാവരും വാസ്തവത്തിൽ മോചിതരായിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അമ്മ പറയുന്നത് ഇതൊന്നും മോക്ഷമല്ല, ദുഃഖനിവൃത്തിയാണ് മോക്ഷം. ദുഃഖനിവൃത്തിയാണ് മോക്ഷം. അതിനെപ്പറ്റി പഠിപ്പിക്കുന്നതാണ് ശരിയായിട്ടുള്ള വിദ്യ എന്ന് പറയുന്നത്. മനസ്സിനെ ഏകാഗ്രമാക്കിയാൽ അതിൽ നേടാത്തൊരു വിദ്യയില്ല. അതിന് പ്രത്യക്ഷമൂർത്തിയായിട്ട് അമ്മ ഇവിടെ ഇരിക്കുകയാണ്. അതാണ് ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ അമൃതപുരിയിലിരുന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിലെപ്പോഴും കയറി വരുന്നൊരു ചിത്രം, പ്രധാനമായിട്ടും കയറി വരുന്നൊരു ചിത്രം. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് അമ്മയ്ക്ക് ആരതി എടുക്കുന്നുണ്ട്.
ഈ ആരതി കഴിഞ്ഞ് ശാന്തി മന്ത്രങ്ങളും കഴിഞ്ഞിട്ട് അസതോമ ലോകാസമസ്ത ഇതെല്ലാം കഴിഞ്ഞിട്ട് അമ്മയൊന്നിരിക്കും. ആ പുഞ്ചിരി ഇപ്പോൾ എന്തായാലും എനിക്ക് അനുകരിക്കാൻ പറ്റത്തില്ല, ഞാൻ അനുകരിക്കുന്നില്ല. സ്ത്രീകളുടെ സൈഡിലെല്ലാം നോക്കി കടാക്ഷിച്ചു. ശരി, കടാക്ഷമാണ്. പിന്നെ പുരുഷന്മാരുടെ സൈഡിലേക്ക് നോക്കി കടാക്ഷിച്ചു. ആദ്യം ചെറുതായിട്ടൊന്ന് പുഞ്ചിരിക്കുന്നു, പിന്നെ പല്ല് കാണിച്ച് ചിരിക്കുന്നു. എന്താ ഒരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാച്യമാണെന്ന് വാസ്തവത്തിൽ. നമ്മളിവിടെ ചിന്തിക്കേണ്ടത്, ഇന്ന് ഈ പ്രതിഭാസം കാണുന്നത് അമൃതപുരിയിൽ മാത്രമാണ്. ലോകത്തിൽ എല്ലാവരും ഇങ്ങനെ